ലോകം കണ്ട കൊടും ക്രൂരന്മാരായ കൊലയാളികളിൽ ഏറ്റവും കുപ്രസിദ്ധനാണ് ജെഫ്രി ഡാമർ. 13 വർഷം കൊണ്ട് 17 പുരുഷന്മാരെ വേട്ടയാടിയ ജെഫ്രി ഡാമർ എന്ന സ്വവർഗാനുരാഗിയായ സൈക്കോ കില്ലർ ചെയ്ത ക്രൂരതകൾ മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. 1960 മെയ് 21 അമേരിക്കയിലെ മിൽവോക്കിയിൽ ജനനം. ചത്ത മൃഗങ്ങളെ കീറിമുറിച്ചും അസ്ഥികൾ ശേഖരിച്ചും കുട്ടിക്കാലം. അച്ഛൻ ലയണൽ ഹെർബർട്ട് ഡാമർ പഠിപ്പിച്ച ആ കൗതുകം അവനെ കൊണ്ടെത്തിച്ചത് മൃഗങ്ങളെ സ്വയം കൊല്ലുന്നതിലേക്കായിരുന്നു. മാതാപിതാക്കളുടെ വിവാഹമോചനവും ഒറ്റപ്പെടുത്തലും അവനിലെ കൊലപാതകയെ ഉണർത്തി. 1978 ആദ്യ അരുംകൊല. 18-കാരൻ സ്റ്റീവൻ മാർക്ക് ഹിക്സിനെ ഡംബൽ കൊണ്ടടിച്ച് ബോധരഹിതനാക്കി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കൊലപാതക ശേഷം മൃതദേഹവുമായി ലൈംഗിക ബന്ധം. തുടർന്ന് ശരീരം മുറിച്ച് ആസിഡിൽ നിക്ഷേപിക്കുകയും എല്ലുകൾ പൊടിച്ചു കളയുകയും ചെയ്തു. 13 വർഷം നീണ്ട നരവേട്ടയുടെ തുടക്കമായിരുന്നു അത്. സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ജെഫ്രി ഡാമർ പുറത്താക്കപ്പെട്ട ശേഷം ചോക്ലേറ്റ് ഫാക്ടറിയിൽ പകൽമാന്യനായ അയാൾ ജോലി ചെയ്തു. രാത്രികളിൽ ഗേ ക്ലബ്ബുകളിൽ ഇരകളെ തേടി അലഞ്ഞു. മദ്യവും മയക്കുമരുന്നും നൽകി ഇരകളെ വീട്ടിൽ കൊണ്ടുവരുന്നു. തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ശവശരീരവുമായി ലൈംഗിക ബന്ധം. അതിനുശേഷം ശരീരം വെട്ടിനുറുക്കുന്നു. 1991 ജൂലൈ 23 അയാളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട ട്രേസി എഡ്വേർഡ് എന്ന 32-കാരൻ പോലീസിൽ വിവരം അറിയിക്കുന്നു. ഡാമറിന്റെ അപ്പാർട്ട്മെന്റിൽ പോലീസ് കണ്ടെത്തിയത് അസ്ഥികൂടങ്ങൾ, ഛേദിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ, ആസിഡ് വീപ്പകൾ, 74 പോലറോയിഡ് ചിത്രങ്ങൾ. യാതൊരു മനസ്താപവുമില്ലാതെ 17 കൊലപാതകങ്ങളും അയാൾ ഏറ്റുപറഞ്ഞു. ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ഡാമറിനെ 1994 ഒരു സഹതടവുകാരൻ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തുന്നു.